അയോധ്യ വിഷയം ഇപ്പോൾ രാജ്യത്ത് നിന്ന് കത്തുകയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ശബരിമലയിൽ മോഷണം നടത്തിയ പാർട്ടിക്ക് ഈ സംസ്ഥാനത്തെ ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയോധ്യയിൽ ഇങ്ങനെയൊരു മോഷണം നടന്നതിൽ അവിടുത്തെ ഭരണകക്ഷിക്ക് ഭരണം നഷ്ടപ്പെടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അത് ജനങ്ങളുടെ ഒരു വികാരം കൂടിയാണ്. ഏത് നരേന്ദ്രമോദിയായാലും ഏത് വ്യക്തി രാജ്യം ഭരിച്ചാലും കാപട്യങ്ങൾക്കും ചെപ്പടി വിദ്യകൾക്കുമൊക്കെ അതിരുകളുണ്ട്. യോഗി ആദിത്യനാഥ് ഇപ്പോൾ സംഘപരിവാർ നേതാക്കളെയെല്ലാം തള്ളിപ്പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് BJPയുടെയും RSSൻ്റെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവരുടെ പിൻബലത്തിൽ തന്നെയാണ് ഈ മോഷണമെല്ലാം നടന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാവുകയാണ്, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിന്. അതിന് ഏറ്റവും വലിയ തെളിവായി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പരിശോധിക്കും തോറും വ്യക്തമായ കൊള്ളയുടെ ദൃശ്യങ്ങളാണ് അവിടെ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാമക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങളിൽ തെളിയുന്നത് പച്ചയായ കൊള്ളയുടെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് പറയുമ്പോൾ അതെല്ലാം വിരൽ ചൂണ്ടുന്നത് RSSൻ്റെ സംഘപരിവാറിൻ്റെ ആസ്ഥാനത്തേക്ക് തന്നെയാണ്. കൈനീട്ട കൊള്ളയുമായി ബന്ധപ്പെട്ട് 45 ദിവസത്തെ ഫൂട്ടേജുകൾ എടുത്തു നോക്കുമ്പോൾ തന്നെ പോലീസിന് മനസ്സിലായത് എല്ലാ തെളിവുകളും കിട്ടിയെന്നുള്ളത് തന്നെയാണ്. സംഭാവനയായി കിട്ടുന്ന വലിയ തരത്തിലുള്ള കോടിക്കണക്കിന് പണം അത് എണ്ണുന്ന പിൽഗ്രീം ഫെസിലിറ്റി സെൻ്ററിലെ ദൃശ്യങ്ങളെല്ലാം പണക്കെട്ടുകൾ അടിച്ചു മാറ്റുന്നതിൻ്റെ തെളിവുകളോടെയാണ് പോലീസിൻ്റെ മുന്നിലേക്ക് ദൃശ്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ അറസ്റ്റിലായ ആളുകൾ മുഴുവൻ വസ്ത്രങ്ങളിലും സോക്സിലടക്കം പൂഴ്ത്തിവെക്കുന്നതുമൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യം ആ 45 ദിവസത്തിനുള്ളിലെല്ലാം പോലീസ് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. SITയെ രൂപീകരിച്ചത് UP സർക്കാരാണെങ്കിലും യോഗി ആദിത്യനാഥിന് അതിൽ നിയന്ത്രണമുണ്ടെങ്കിലും ഇപ്പോൾ അവരിൽ നിന്നെല്ലാം ഇത് കൈവിട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഈ കള്ളന്മാരെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഇരുന്നാൽ ഇത് SITക്ക് മാത്രമല്ല സംഘപരിവാറിൻ്റെ തന്നെ അടിത്തറയിളക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപ്രകാരം ഈ വ്യക്തികളുടെയൊക്കെ വീടുകളിലും മറ്റും പോലീസ് അതിശക്തമായ പരിശോധനകളാണ് നടത്തുന്നത്. അതിലാദ്യം തന്നെ 80 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തു കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെട്ട 8 പേരിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അതുപോലെ VHPയുടെ വൈസ് പ്രസിഡന്റായ ചമ്പത് റായിയുടെ ഡ്രൈവർ അടക്കമുള്ളവർ പ്രധാന പ്രതികളാണ് എന്നും അവർ തന്നെയാണ് ഈ കോടിക്കണക്കിന് രൂപ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. പോലീസ് പിടിച്ചവരിൽ എല്ലാവരും തന്നെ സംഘപരിവാറുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരും സംഘപരിവാറിൻ്റെ വലിയ പ്രവർത്തകരുമാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഭണ്ഡാരങ്ങളിൽ ഭക്തന്മാർ നിക്ഷേപിക്കുന്ന സംഭാവനകൾ, അവർ നൽകുന്ന കാണിക്കകൾ എല്ലാം തന്നെ തട്ടിയെടുക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം 50ഓളം പേരെയാണ് ട്രസ്റ്റ് ഇതിനു വേണ്ടി നിയമിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ തന്നെ ട്രസ്റ്റിലെ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നും ട്രസ്റ്റിലെ ആളുകൾ പറഞ്ഞതുപോലെ നീങ്ങുന്ന തൊഴിലാളികളും ചേർന്ന് ഇത്രയും വലിയൊരു കൊള്ള നടത്തിയപ്പോൾ അതറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ട്രസ്റ്റ് ഭാരവാഹികൾക്കാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത്. പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജീവനക്കാരെ ഒരു പരിശോധനയും കൂടാതെയാണ് നിയമിച്ചിരിക്കുന്നത്. മാത്രമല്ല കൗണ്ടിംഗ് സെൻ്ററിലേക്ക് പ്രവേശിപ്പിക്കുന്നതും പുറത്തു പോകുന്നതിനുമൊക്കെ നിയന്ത്രണങ്ങളില്ല എന്നും വ്യക്തമായിട്ടുണ്ട്. കാരണം അതൊക്കെ നിയന്ത്രണങ്ങളൊക്കെ എടുത്തുമാറ്റി പണം പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയിരിക്കുകയാണ്. ചമ്പത് റായിയുടെ സഹായികൾ CCTVയെ വെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ പ്രമുഖ ദേശീയ ചാനലുകളൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞു. രാജ്യത്തെ തന്നെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ ഈ സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അയോധ്യയിൽ മാത്രം ഇങ്ങനെ പണം തട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് RSSൻ്റെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ VHPയുടെ നേതാക്കൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് RSS കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ്. രാഷ്ട്രീയത്തിനതീതമായി വലിയൊരു കമ്മിറ്റി സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇത് നടക്കാതിരിക്കുമ്പോൾ സംഘപരിവാറിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള അയോധ്യയിൽ മാത്രം ഈ ക്ഷേത്രക്കൊള്ള നടക്കുമ്പോൾ RSSും BJP സർക്കാരുകളും പ്രതിക്കൂട്ടിലാകുകയും ഭരണം പലയിടത്തും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുമായ ഒരു കേസായി ഇത് മാറുകയാണ്. ഇതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ. 8 മാസം കഴിഞ്ഞ് UP തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും
ഏറെ വെള്ളം കുടിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.